start. ലവ് പീസ് ആൻഡ് ജോയ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. ഓഡിയോ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ബോയ് രാത്രി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ കൊച്ചു ഉറങ്ങിക്കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ആയപ്പോഴാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. എനിക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റിങ്ക്റ്റ് വന്നു ഇങ്ങനെ Psalm 38 എഴുതണം എന്ന്. അതായത് ഒരു ട്രഡീഷൻ പോലെ ഞാനിപ്പോൾ അത് കൊണ്ടു നടക്കുന്നതാണ്. എൻ്റെ മമ്മ ജോസ്വിൻ മമ്മ എപ്പോഴും പറയും, നിങ്ങളുടെ ബർത്ത്ഡേ ഏത് ഡേ ആണോ ആ ബർത്ത്ഡേയുടെ സങ്കീർത്തനം വായിക്കണം എല്ലാ ദിവസവും എന്ന്. അപ്പോൾ അത് മമ്മിയും എന്നോട് പറയാൻ തുടങ്ങി. പിന്നീട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും ജസ് ബോയും എല്ലാം കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആൽവിൻ്റെ Psalm 38, ആൽവിന് 38 ഇയേഴ്സ് ആവുന്നതാണ്. അപ്പോൾ അത് എഴുതണം എന്ന് തോന്നി. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെഡ് പേപ്പർ എടുത്തിട്ട് അത് A4 ഷീറ്റ് പേപ്പറാണ്, അത് രണ്ടാക്കി മുറിച്ച് പിന്നെ അതിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ നീളത്തിലാണ് ഞാൻ എഴുതിയത്. പിന്നെ സൈഡിൽ നമ്മുടെ മെറ്റാലിക് ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു ബ്ലാക്ക് പെൻ വെച്ചൊക്കെ എഴുതിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടെല്ലാം വന്ന്. പറഞ്ഞ പോലെ ജസ്റ്റ് ബോയ് ഇതേ ഒരാഴ്ച മുൻപ് തുടങ്ങിയ പരിപാടിയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണത്. ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുന്നുണ്ട് അടക്ക്. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ചെയ്യണമെന്നേ. ഇപ്പോൾ തനിയെ ചെയ്തോളും എല്ലാം, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. സോ ജസ്റ്റ് ബോയ് ഇതൊരു അടക്കമുള്ള കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലും ശരിക്കും കണ്ടിട്ടില്ല അയാൾ എന്താ ചെയ്യണമെന്ന്. എത്രയോ പേപ്പേഴ്സൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് അത് ഡാഡ കണ്ടിട്ട് കാണിക്കാം അല്ലേ ജസ്റ്റ് ബോയ്? നോക്ക് ക്യാമറയിൽ. ക്രിയേറ്റീവ് ആണോ കാർഡ്? അപ്പോൾ നൈറ്റ് തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങിയത്. പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് എല്ലാം. കാരണം രാവിലെ ആൽവിൻ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് അത് കാണാൻ വേണ്ടിയേ. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് ചെയ്ത ട്വിക്സ് ആണത്, ഒരു ഗോൾഡൻ. അതിലേക്ക് ഞാൻ ഈ 3D ഹാർട്സ് ഉണ്ടാക്കിയത് ഒട്ടിച്ചു കൊടുത്ത്. ഈ 3D ഹാർട്സിൻ്റെ ഒരു പ്രത്യേകത, നമുക്കിത് ഹാങ്ങും ചെയ്യാം, ത്രെഡ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എന്തോ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ താഴെ ഇതേപോലെ പെറ്റൽസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത്, റോസ് പെറ്റൽസ് പോലെ, അത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മുടെ Psalm 38 ഇങ്ങനെ നീളത്തിൽ ആ സൈഡിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ LED ലൈറ്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഒരു ഹാർട്ട് ഷേപ്പ് LED ലൈറ്റ്. അതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ച് വന്നപ്പോഴേക്കും പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. ഫുൾ റെഡ് കളർ തീം. അതേപോലെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരു ഹാർട്ട് ഗാർലാൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നത് ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ ലവ് എന്നുള്ളൊരു ഫോയിൽ ബലൂൺ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മൊത്തത്തിൽ എല്ലാം ചെയ്ത് വന്നപ്പോൾ നല്ല സന്തോഷമായി, നല്ലൊരു വൈബായിരുന്നു. പിന്നെ മോർണിംഗ് സാധാരണ ഞാൻ പൂരി ഉണ്ടാക്കാറില്ല ഈ വർക്കിംഗ് ഡേയ്സ്. പക്ഷേ ജസ്റ്റ് ബോയുടെ ആൽവിൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ആൽവിൻ്റെ ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ പൂരിയും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ജസ്റ്റ് ബോയ് സ്കൂളിൽ പോയ ശേഷമാണ് അവൻ്റെ ഗിഫ്റ്റ് റെഡിയാക്കിയത്. ലാസ്റ്റ് ഇയർ തുടങ്ങി കൊച്ചിന് ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റെങ്കിലും ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു 2:30 ആയപ്പോൾ ആൽവിനും ഞാനും കൂടി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, വാക്സിനേഷൻ. അപ്പോൾ അതിന് വേണ്ടി പോകുന്ന വഴിയാണ്. അപ്പോൾ കുറച്ച് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പോക്ക്. സോ ഗൈസ്, എൻ്റെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് ഹോസ്പിറ്റലിൽ. ലൈക്ക് RSV എന്ന് പറഞ്ഞൊരു വാക്സിനേഷനാണ്. ഇതും കൂടി ഉള്ളൂ, ഇനി വാക്സിനേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞു. ആരും എന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ്സ് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആൽവിൻ കൊച്ചിനെ വിളിച്ചിട്ട് തിരിച്ച് വന്ന് എന്നെ പിക്ക് ചെയ്യണം. എന്തായാലും വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഒരു 1.5 വീക്സായി, ഒരു 2 വീക്സിനടുത്തായി ഇങ്ങനെ കോൾഡൊക്കെ ആയിട്ട് ഇരിക്കണേണ്. അപ്പോൾ അങ്ങനെ ആൽവിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ ആൻജിനൈറ്റ് എന്ന് പറയുന്ന ക്ലിനിക്കിൻ്റെ അവിടെയാണ് ഞാനുള്ളത്. യെസ്, ഹോസ്പിറ്റലായതുകൊണ്ട് അധികം ഒച്ചയുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെയാണ് വിശേഷങ്ങൾ. ഗൈസ്, അങ്ങനെ തിരിച്ചെത്തി വീട്ടിൽ. ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല അധികം. ഞാൻ ആദ്യം സംസാരിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൻറ്റിനേറ്റൽ ക്ലിനിക്കായിരുന്നു. അവിടെ ഇങ്ങനെ പേഷ്യൻസും എല്ലാവരും ഉള്ള സ്ഥലമാണ്. നമുക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ വിസിറ്റേഴ്സ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ പോയിരുന്നേ.
അവിടെ ഇതേപോലെ ഒരു ഓട്ടോമാറ്റിക് ഡോറുണ്ട്. അപ്പോൾ എപ്പോഴും ആൾക്കാർ വരുമ്പോൾ തുറന്ന് ഭയങ്കര സൗണ്ടായിരിക്കും. എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞ പരിപാടി. RSV എന്ന് പറഞ്ഞൊരു വാക്സിനേഷനാണ്. RSV എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള വൈറസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി. അത് മെയിൻലി ബേബിക്കും കൂടി അതിൻ്റെ ഒരു ഇത് വരും. അതായത് ഒരു 6 months ജനിച്ച ശേഷമാണെങ്കിൽ പോലും പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പെട്ടെന്ന് കഴിഞ്ഞ് അങ്ങനെ ആൽവിനും കൊച്ചും കൂടി വന്നതിനെ പിക്ക് ചെയ്ത്. ജസ്റ്റ് പോയിന് ഇന്ന് ആൽവിൻ സ്കൂളിൽ പോയി പിക്ക് ചെയ്ത്. അപ്പോൾ ടൈം അത്രയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ആൽവിൻ ഇന്ന് ഓഫാണ്. എനിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് ജാക്സൺസ് മറ്റേ കമ്പനിയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ആൾ ഊബർ ഈറ്റിന് പോയി. അപ്പോൾ നൈറ്റായിരിക്കും ഞങ്ങൾ എല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കാരണം ഈ അപ്പോയിൻമെൻറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് ഫുൾ ഉണ്ടാക്കി തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പകുതിയായിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം. അതാണ് മെയിൻ തിങ്. എനിക്ക് ഈ വീഡിയോൻ്റെ ഇൻട്രോ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതേപോലെ കുറേ നാളായി ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കണം കേട്ടോ. പക്ഷേ ഹെൽത്ത് അങ്ങോട്ട് ഇതാവാത്തത് കൊണ്ട് തൊണ്ട അടഞ്ഞിരിക്കുന്നു, പിന്നെ കോൾഡും, അപ്പോൾ ഒരു സുഖമില്ല സംസാരിക്കുമ്പോൾ. ഇപ്പോഴും ഉണ്ടാവില്ല, ഇപ്പോഴും തൊണ്ട അടഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാറുള്ളത് ഇത്ര ദിവസം വീഡിയോസ്. എനിക്ക് കുറേ കണ്ടന്റ് ഉണ്ട് ചെയ്യാൻ, കുറേ ടോപ്പിക്സ് കയ്യിലുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, ഇതിപ്പോൾ മാറട്ടെ. വേറെ പ്രശ്നം, ഞാനിപ്പോൾ ആവി കൊള്ളും, പിന്നെ ചെറിയ നേരിയ ചൂടുള്ള കുടിക്കാൻ പറ്റുള്ളൂ. ഗാർഗിൾ ചെയ്യാൻ ശ്രമിക്കും, ഇടയ്ക്ക് മറന്നു പോകും. ആവി ഞാൻ എന്തായാലും കൊള്ളുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു. ഒരു പനിയിലോട്ട് വരാത്ത രീതിയിൽ അതിനങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ മെയിനായിട്ട്. ഞാൻ ഈ സംഭവം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റെപ്പൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ രാവിലെ ഒരു പൂരിയും പരിപ്പും രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ജസ്പോയ്ക്കും ഇഷ്ടമാണ്, ആൽവിനും ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വേറെ ഒന്നും രാവിലെ നോൺ വെജ് ഒന്നും ചെയ്തില്ല. പൂരിയും പരിപ്പ് കറിയും ഇഷ്ടമാണ്. നമ്മൾ ചപ്പാത്തി പ്രസ് ഇല്ല, ഞാനത് കൈവച്ച് തന്നെ അങ്ങോട്ട് പരത്തി. സാധാരണ പൂരി പ്രസ്സിലാണ് ചെയ്യാറ് നമ്മൾ നാട്ടിലെല്ലാം. ഇവിടെ പിന്നെ അങ്ങോട്ട് കൈവച്ച് അങ്ങോട്ട് പരത്തി സെറ്റാക്കി. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊക്കെ ഫ്ലഫി ആയിട്ടൊക്കെ വന്നു സംഭവം. യെസ്, വേറെന്താ വിശേഷം? വേറെ നമ്മളിപ്പോൾ ഇത് ഒഫീഷ്യലി ഈ ആഴ്ചയും കൂടി കഴിഞ്ഞാൽ 7th month കഴിയണതാണ്. അപ്പോൾ 8th കയറാൻ പോകണതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്, അതിൻ്റെ അസ്വസ്ഥതകളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പറ്റുമെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. നമ്മൾ തന്നെ തനിയെ എടുക്കും. പിന്നെ ജസ്റ്റ് ബോയ് ഹെൽപ്പ് ചെയ്യും. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണം 7th month. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ കൂടി ചെയ്യുന്ന ഒരു കാര്യം റെഗുലറായിട്ട് ഇപ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഡെയിലി കാലിഗ്രാഫി എന്നും പറഞ്ഞ് എഴുതിയിടും. അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ ഷോർട്സിലും ടിക്ടോക്കിലും ഞാൻ ഇടാൻ തുടങ്ങി. ടിക്ടോക്ക് ഇപ്പോൾ നാട്ടിലില്ല, ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ടിക്ടോക്കിൽ ഞാൻ ഇടാൻ തുടങ്ങി. ടിക്ടോക്ക് കുറേ നാളായിട്ട് എനിക്ക് യൂസ് ചെയ്യാതെ വെച്ചേക്കണമായിരുന്നു. അപ്പോൾ അതിലും ഇടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വെറൈറ്റി ആയിട്ട്. യെസ് പോയിക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓഫ് ക്ലാസ്സില്ല, ടേം ഹോളിഡേ ആണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഇനി 1 week ഇനി ഇയാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇയാൾക്ക് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം. യെസ്, അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇനി വാലന്റൈൻസ് ഡേ ആണല്ലോ, അതും ആൽവിൻ്റെ ഫേവറേറ്റ് കളറാണ് റെഡ്. അപ്പോൾ ആൽവിനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ റെഡ് കളർ നെയിൽ പോളിഷൊക്കെ ഞാൻ ഇട്ട് തുടങ്ങിയത്. പിന്നെ കുറച്ച് റിങ്സൊക്കെ എടുത്തിട്ട് കയ്യിൽ, അതൊക്കെ ഇവിടെ നിന്ന് ടെമൂന്ന് വാങ്ങിച്ച റിങ്സാണ്. നല്ല രസമാണ്. പിന്നെ അതെ, നമ്മുടെ ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ, പകുതി പരിപാടി രാവിലെയും അത് കഴിഞ്ഞ് ഉച്ചക്കുമാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ദം ചെയ്യുന്ന പരിപാടിയാണത്. ക്യാമറമാൻ ജസ്ബോയ് ആണ്. ഒരു 1.5 സ്പൂൺ റൈസ് ഞാൻ മാറ്റി കഴിച്ചു നോക്കാൻ വേണ്ടി ടേസ്റ്റിന്. അപ്പോൾ ചട്ടിയിൽ തന്നെ ചിക്കൻ സെറ്റായത് ചട്ടിയിൽ. ഫ്രൈഡ് ഓണിയൻ,
Coriander leaves. coriander and mint. Finally, I got it right. Mint. Most of the time, I get coriander wrong. Right? Some ghee. Lots of ghee. Yeah, ghee is very important in this curry. Yes! Okay. Spaghetti man. സോ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് തിരിയെല്ലാം കത്തിച്ച് വെച്ചു. ഞങ്ങൾ ആ ലൈറ്റ് ഇല്ലാതെ ആ ഒരു കാൻഡിൽ ലൈറ്റിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ. യെസ്, സോ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് ഉണങ്ങിയ പോയി. ഞങ്ങളുടെ എന്റെ വാലന്റൈൻ ബർത്ത്ഡേ ബോയ് ആണിത്. അതെ ചച്ചുമ, ഡാഡിയുടെ ബർത്ത്ഡേ കേക്ക് ബോയ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. യെസ് ബോയ്, എന്താണ് ഹാപ്പി ബർത്ത്ഡേ പാടട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആൽവിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. സോറി, കത്തി വരച്ചു പോയി. നടക്ക് വായിച്ചു കൊടുക്കണില്ലേ? Aguano. നല്ല ടേസ്റ്റ്. ഡിനോസറാ ഇത് എന്താ ബെൽജിയൻ ചോക്ലേറ്റ് കേക്ക് ആണ്. കുഞ്ഞു കേക്കാണ്, 1/2 kg ആണ്. കാരണം നമുക്ക് ആർക്കും കഴിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പാടില്ല, ഇവർക്ക് കഴിക്കാം. It's delicious. നല്ല I ടേസ്റ്റ്. don't want any more. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ടേസ്റ്റ് ആണ് ആലിന് പ്ലം കേക്ക് ആണ് ഇഷ്ടം. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയില്ല. യെസ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ട്. ബിരിയാണി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി തെച്ചുവിന് ആസ് യൂഷ്വൽ ലാസ്റ്റ് ഇയർ തുടങ്ങി ഞാൻ കൊടുക്കണേട്ടാ. ഞങ്ങളുടെ ലവ് അല്ലേ അല്ലെ, മമ്മീസ് ഫസ്റ്റ് ലവ്. മമ്മീസ് ഫസ്റ്റ് ലവ് ആണ് ജസ്റ്റ് ബോയ് ശരിക്കും പറഞ്ഞു. സോ ദിസ് ഈസ് ഫോർ ജസ്റ്റ് ബോയ്. Thank you. I love you. I love you too. എനിക്കില്ലേ, ഞാൻ എന്താണ് കറണ്ട് കൊതിച്ചാ. Already ഇഷ്ടമല്ല. Chockies, yummy. ഇത് ആൽവിന്റെ രാവിലെ കൊണ്ടുവന്നാട്ടെ ഈ കാർഡും Delicious. ഈ ഫ്ലാസും. ഇത് ഞാൻ എന്റെ രാത്രിത്തെ പണിയാണ്. It is a crayon. കാണിക്കണ Metallic. മമ്മിക്ക് അത് വാങ്ങിക്കാനേ പറ്റുള്ളൂ കൊച്ചിന്. Marcos. Thank you, mommy. ചോക്ലേറ്റാ. Chockies. ഇപ്പൊ ഒരാളെ കൊണ്ടുവന്ന Chockies. ഞാൻ ഇത് ആൽവിനെ കൊണ്ട് ഞങ്ങൾ ഇത് അയച്ചിട്ട് കിടക്കുള്ളൂ. എനിക്ക് ബുക്കും അക്ഷരങ്ങളൊന്നും പഠിക്കൂല. എനിക്കെന്തോ ഇന്നലെ രാത്രി ഒരു എഴുതാനുള്ള ഒരു ഇൻസ്റ്റിങ് വന്നു. അങ്ങനെ എഴുതിയതാണ്. സാം 8:38. യെസ്, ഒരു കാലിഗ്രാഫി ഉണ്ട് അതിനകത്ത്. ഐ ലവ് യു. Love you too. യെസ്, അപ്പൊ നമ്മളിനി ജസ്റ്റ് പോയിട്ട് കാർഡ് കൊടുക്കണ കിടക്ക്. കട വായിക്കട്ടെ. I got the card. ഞാൻ തെച്ചു ഒരു മിനിറ്റ് ജസ്റ്റ് പോയി. I got the card. No. പിന്നെ തുറക്കണ്ടേ? It's a fake piñata, not a real ആരാണ്? one. It's a fake one. വിജാമ്പിളൊക്കെ No, it's not open yet. There's this thing. ഭയങ്കര ക്രിയേറ്റീവ് ആണല്ലോ. There's this thing. Open it. അതിന്റെ ഉള്ളിൽ അങ്ങനെ പൊളിച്ചെടുക്കും. You the best. ഊബറോ? You the best. യു ആർ ദ ബെസ്റ്റ്. യു ദ ബെസ്റ്റ്. പിന്നെ എന്തൊക്കെ എഴുതിയേക്കണടാ? You the best dad in the whole world. ബെസ്റ്റ് ഡാഡ എന്താണ്? ഇൻ ഇൻ ദ ഹോൾ യൂണിവേഴ്സ് എന്ന് ഓ മൈ ഗോഡ്. കിസ് കിട്ടിയില്ല. ഓൾ ദ യൂണിവേഴ്സ്. ഇതെന്തിട്ടാണത്? ഇതാ എനിക്കെന്താ തൊപ്പി? Characters. ഞാൻ കാറ്റൊന്നും മേടിക്കാറില്ല. And this cake. 38 ഒക്കെ എഴുതിയിട്ടുണ്ട്. കേട്ടിട്ട് നിന്നോടാണ് കറക്റ്റ് ചോക്ലേറ്റ് കേക്ക്. നിന്നോടാണ് 38 പറഞ്ഞ 28. ഈസ് ഓൺലി 28. No, you're 38. 28. ഫ്രണ്ട് കാണിച്ച കാർഡിന്റെ അതല്ല ഫ്രണ്ട് പോഷൻ. എന്റെ ഡാഡ ബാക്കിൽ നോക്കിക്ക്. എന്താണെന്ന് ഏറ്റവും ബാക്കില് ഇവിടെ
അത് ബ്ലാങ്ക്. ആരായിരിക്കും? ആരായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്ക്. നീ ഡാഡ ആരായിരിക്കും? ആരായിരിക്കും? അപ്പൊ ഡാഡയുടെ ബർത്ത്ഡേ ഞങ്ങക്ക് ഏറ്റവും ഹാപ്പി ഒരുമിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഞങ്ങക്ക് അതില്ല അല്ലെ? ജോലിക്ക് പോയില്ല പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാറേ ഇല്ല ഇപ്പൊ. ഇന്ന് പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ച് ഇപ്പൊ ഡിന്നർ ഒരുമിച്ച് കഴിക്കാൻ പോകും. അപ്പൊ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവി? ഡെക്കറേഷൻസ് ഒക്കെ കാശില്ലാത്ത കാശുകൊണ്ട് എന്റെ കെട്ടിയാണ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ഇയർ ഞാൻ സൂക്ഷിച്ചു വെച്ചാണ്. ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ. In the dark, it looks cool. പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണേ. പ്ലീസ് Make a wish. You? No, you make a wish. ഡാഡ മേക്ക് എ വിഷ്. Okay, cool wish. ജസ്രയില് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത്. എങ്ങനെയുണ്ട് ബിരിയാണി തത്ത? ഡാഡാസ് ബർത്ത്ഡേ സ്പെഷ്യൽ. Amazing. നട്ട്സ് ഇല്ല. That's annoying. It should be way better. നമ്മളിപ്പോലെ റെഡ് റോസിന്റെ ഒക്കെ നടുക്കിരുന്നാണ്. ബർത്ത്ഡേക്ക് ബിരിയാണി കഴിക്കാം. ബിരിയാണി ബർത്ത്ഡേ ബോയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി എങ്ങനെയുണ്ടാ? ബിയറല്ലല്ലോ, സൈഡർ, ആപ്പിൾ സൈഡർ. നമ്മളിന്ന് ഒരു റൊമാൻറ്റിക് സെറ്റപ്പിലാണ് നമ്മള് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. ജസ്ബോയ് നോക്കിക്കേ, ജസ്ബോയിന്റെ ഇടയിൽ കുടി നോക്കണം. ജസ്ബോയിന് ഡാഡ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയാ? ഇതാണ് ബിരിയാണി. അടിപൊളി. അത് നേരത്തെ വന്നേക്കണ ഇന്ന് ഞങ്ങക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി അല്ലേ? ഞാനും ഇന്ന് ഇതേ റൈസ് എടുത്തേക്കണുണ്ട. റൈസ് ഒന്നും നോക്കിയിട്ടില്ല. എന്താ നെയിൽ പോളിഷൊക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടാറില്ല. ഇന്നിപ്പോൾ വാലന്റൈൻസ് ഡേ പ്രമാണിച്ചിട്ടേക്കണാണ്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഞാനും കഴിച്ചോക്കട്ടെ. ആൽവി ഇഷ്ടപ്പെട്ടാ? ലച്ചുമന് ഇഷ്ടപ്പെട്ടാടാ? എപ്പോഴും അവിടെ കഴിയാറായി. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. To rate your own food. Yeah, I will rate my own food. But I give this a 10 out of 10. I forgot to Oh my god. 10 out of 10. Okay, let me try. അടിപൊളി. ജസ്റ്റ് ബോയ് കിട്ടിയ ലെഗ്. ലക്കി ജസ്റ്റ് ബോയ്. ഇല്ല മോനെ, അത് കിട്ടില്ല ലെഗ്. ലെഗ് ഭയങ്കര ലക്കുള്ള ഫംഗ്ഷന് പോകൂലേ? അപ്പൊ ഇങ്ങനെ നോക്കും. ലെഗ് ഉണ്ടായിട്ടാ നോക്കും. ഞാൻ ഈ ഒരു ആംഗിളിൽ നിന്നും കൂടി എടുത്തതാണ്. കണ്ട, ഞാൻ ഇരിക്കുന്നത് എൻ്റെ ഹാർട്ട് ട്രീ ആണ്. അല്ലേ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് അല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചത് ഹാങ് ചെയ്യാന്നാണ്. ഞങ്ങൾ ഹാങ് ചെയ്യാറുണ്ട് പണ്ട് തുടങ്ങി. നമ്മൾ ഞാൻ യുഎനായിരുന്നപ്പോൾ തുടങ്ങി ചെയ്യാറുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഈ സ്റ്റിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ മരം പോലെ ആക്കാൻ തോന്നി. ബിരിയാണി എങ്ങനെ ഉണ്ടാവുന്നത് സംശയം ഉണ്ടായിരുന്നു. കാരണം പകുതിയാണ് ചെയ്തത്. അപ്പോയിൻമെന്റ് ഉള്ളതുകൊണ്ട് പകുതി വെച്ച് പിന്നെ വന്നിട്ടാണ് ഞാൻ ദം ചെയ്തത്. പക്ഷെ സംഭവം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. അധികം ഒരുപാട് ഗ്രേവിയുമില്ല, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പിന്നെ എയർ ഫ്രയറിൽ ആണ് ചിക്കനൊക്കെ ഇതാക്കണം, ഫ്രൈ ചെയ്യണം. അത് എൻ്റെ ഞങ്ങളുടെ അങ്കിളും ആൻറ്റിയും കൂടി ഗിഫ്റ്റാണ്. നല്ല വേർത്താണത്. അതിൽ ചെയ്തിട്ട് ആണ് നമ്മള് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യണം. ശരിക്കും കൊച്ചുമക്കളാവും. ശരിക്കും ഞങ്ങൾക്കത് ഒന്നും പറയാനില്ല. അത് ദൈവമായിട്ട് വന്നേക്കണവരാണ്. റെസിപ്പിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കുറെ നാളെ അങ്ങോട്ട് പോയിട്ട് പരിപ്പോഴ ഉണ്ടാക്കാന്ന് പറയും. So guys, hope you all like this video. Thank you so much for watching. ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. God bless you all. മില്ലി തുറന്നൊരു നാളിൽ അറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ കാറ്റിൻ കണ്ണിമതല്ലടയാതെ കൊതിയോടെ ഇന്നും കാവലിരേ
വിളിക്കുവതാരോ ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു കിനാവുക കാണുവതാരോ